എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ നമ്മുടെ ചെയിനിനെ കാണിച്ചുകൊണ്ടാണ്. അവളിപ്പോൾ വന്ന് നിൽക്കുന്നത് നടുക്കടലിൻ്റെ നടുക്കായിരുന്നു. അവിടെയായിട്ട് കുറച്ച് തീവ്രവാദികളും ഉണ്ട്. അവരായിരുന്നാലും നമ്മുടെ ചെയിനിനെ കാണുന്നതും ചോദിക്കും, നീ എവിടുന്നാ വന്നത്, നിന്നെ ഞങ്ങളങ്ങനെ വെറുതെ വിടത്തില്ല എന്നും പറഞ്ഞിട്ട് അവരവളെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഗണ്ണ് പോയിന്റ് ചെയ്തുകൊണ്ട് നിൽക്കും. നമ്മുടെ ചെയിനി ആയിരുന്നാലും പറയും, ചേട്ടാ എന്നെ ഒന്നും ചെയ്യല്ലേ, ഞാൻ അറിയാണ്ട് ഇവിടെ വന്ന് പെട്ടുപോയതാ എന്ന്. എന്നാൽ അവരാണെങ്കിൽ ഇവള് പറയുന്ന ഒന്നും കേൾക്കാൻ റെഡി ആവത്തില്ല. പെട്ടെന്ന് തന്നെ അവളെ അങ്ങ് ഷൂട്ട് ചെയ്യും. ഇവൾക്ക് നേരെ ബുള്ളറ്റ് വരും. അതിനകത്തൊരു ബുള്ളറ്റ് അവളുടെ ജാക്കറ്റിൽ കൂടി കടന്നു പോവുകയും ചെയ്യും. ആ സെക്കൻഡിൽ തന്നെ നമ്മുടെ ചെയിനിയാണെങ്കിൽ ടെലിപ്പോർട്ടായിട്ട് അവൾ എവിടെ നിന്നാണോ വന്നത് അവിടെയായിട്ട് തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നു. അവളിത് കാണുന്നേയും ഭയങ്കരമായിട്ട് ഷോക്കായി പോവും. സത്യം പറഞ്ഞാൽ ഇത്രയും നാൾ അവൾ വിചാരിച്ചിരുന്നത് ഇതെല്ലാം അവളുടെ വെറും തോന്നല എന്നാൽ അവളുടെ കയ്യിൽ ഇപ്പോൾ പ്രൂഫുണ്ട്. അവളെ യഥാർത്ഥത്തിൽ അവന്മാർ ഷൂട്ട് ചെയ്യാൻ നോക്കിയെന്ന്. എന്താണെന്ന് വെച്ചാൽ അവളുടെ ജാക്കറ്റിലായിട്ട് ഒരു ബുള്ളറ്റ് കടന്നുപോയ തുളയുണ്ടായിരുന്നു. അതേസമയം തന്നെ നമ്മളുടെ ജിയോങ്ങിനെ കാണിക്കും. അവനായിരുന്നാലും അവിടെ എല്ലാം നമ്മുടെ ചെയിനിനെ തെരഞ്ഞുകൊണ്ടിരിക്കുക, അവളുടെ ബോഡി വല്ലതും കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ട്. ഇവിടെയായിട്ട് നമ്മുടെ ചെയിനി എത്തിയിട്ടുണ്ടല്ലോ. അവൾ വന്നിട്ട് നമ്മുടെ ജിയോങ്ങിൻ്റെ അടുത്ത് ചോദിക്കും, നീ എന്തുവായി തേടുന്നേ എന്ന്. എന്നാൽ പെട്ടെന്ന് തന്നെ നമ്മളുടെ ജിയോങ് പേടിച്ചിട്ട് അവളെ പിടിച്ച് തള്ളുന്നതാ. ഇവളില്ല പൂമ്പാറ്റയെ പോലെ അവിടെ ഇങ്ങനെ പാറി നടക്കും. അവൾ തെറിച്ചു പോയിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കണ്ടിട്ട് നമ്മുടെ മിസ്റ്റർ സോങ് ആയിരുന്നാലും ഭയങ്കരമായിട്ട് ഷോക്കാവും. അതേപോലെ തന്നെ മറ്റേ ചർച്ചിലുള്ള പവറുള്ള ആളില്ലേ, അവനായിരുന്നാലും ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുക. ഇവിടെയായിട്ട് നമ്മുടെ ചെയിനിയുടെ ബോധം പോയിട്ടുണ്ട്. അതിനുശേഷം കാണിക്കുന്ന ആ ചർച്ചിലുള്ള ആളില്ലേ, അയാൾ വന്നിട്ട് അയാളുടെ ടീംമേറ്റ്സിൻ്റെ അടുത്തെല്ലാം വന്ന് പറയുന്നതാണ്. ഇവിടെയായിട്ട് 2 സിസ്റ്റേഴ്സ് ഉണ്ട്, അവർക്ക് സൂപ്പർ പവേഴ്സ് ഉണ്ട്. അതായത് ഇവർ 3 പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടർ കിഡുകളാണ്. ഇവർക്ക് പ്രത്യേകതരം കഴിവുകളുണ്ട്. ഇവർ 3 പേരും വിചാരിക്കും എന്നാലും ആ ചെയിനിക്ക് എവിടെ നിന്നായിരിക്കും ഈ പവർ കിട്ടിയത് എന്ന്. അതിനുശേഷം കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെയിനിനെയാണ്. അവളാണെങ്കിൽ ഇപ്പോൾ റോബിൻ്റെ വീട്ടിലായിട്ട് കിടക്കുമായിരുന്നു. അവൾ കണ്ണുറന്ന് നോക്കുമ്പോൾ അവൻ്റെ വീട്ടിലായിട്ട് വലിയൊരു തുള. ഇത് കാണുന്നേയും അവളാണെങ്കിൽ ചോദിക്കും, ഇതെന്ത് പറ്റിയതാ എന്ന്. ഇവിടെയായിട്ട് റോബിൻ പറയും, നിനക്കറിയാവോ ഇപ്പോൾ റീസെൻ്റായിട്ട് എൻ്റെ ലൈഫിലെല്ലാം തലതിരിഞ്ഞാണ് നടക്കുന്നത്. ഞാൻ എന്ത് വിചാരിക്കുന്നോ അതുപോലെ ഒന്നുമല്ല സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെയായിട്ട് നമ്മുടെ ചെയിനിക്കും അങ്ങനെ തന്നെയല്ലേ ഫീൽ ചെയ്യുന്നത്. അവൾ പറയും, നീ കണ്ടോ ഈ ബുള്ളറ്റിൻ്റെ ഇത് യഥാർത്ഥത്തിൽ എനിക്ക് ബുള്ളറ്റ് കൊണ്ടതാ. എന്നാൽ എനിക്കത് വിശ്വസിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇവിടെയായിട്ട് 2 പേരും കൂടി ചിന്തിക്കും, ഇനി ആ മിസ്റ്റർ സോങ്ങിനും എന്തെങ്കിലും ഇതേപോലെ ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന്. അവരെങ്ങനെ അയാളെ കാണാൻ വേണ്ടിയിട്ട് വരാൻ തീരുമാനിക്കും. അതേസമയം തന്നെ നമ്മുടെ മിസ്റ്റർ സോങ്ങിനെ കാണിക്കും. ആളായിരുന്നാലും ആളുടെ വൈഫിൻ്റെ കൂടെ അടിയിട്ടുകൊണ്ടിരിക്കുമായിരുന്നു. ഇവിടെയായിട്ട് വൈഫ് പറയും, എനിക്ക് നിങ്ങളുടെ കൂടെ ജീവിക്കാൻ ഒട്ടും താല്പര്യമില്ല, മര്യാദയ്ക്ക് ഇവിടുത്തെ പണിയെല്ലാം തീർത്തിട്ട് വീട്ടിൽ വന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് അവരിവിടുന്ന് ബഹളം വെച്ചിട്ട് പോകും. ഇവിടെയായിട്ട് നമ്മുടെ മിസ്റ്റർ സോങ്ങിൻ്റെ കൈയാണെങ്കിൽ അവിടെ ഇരിക്കുന്നൊരു ഫ്ലാസ്കിലായിട്ട് ഒട്ടിയിട്ടുണ്ടായിരുന്നു. അവനിപ്പോൾ എങ്ങനെ അത് എടുത്ത് മാറ്റണമെന്ന് തന്നെ അറിയത്തില്ല. ആ സമയത്താണ് അവിടെയായിട്ട് നമ്മുടെ ചെയിനിയും റോബിനും വരുന്നത്. അവർ വന്നിട്ട് ചോദിക്കുന്നത്, നിങ്ങൾക്ക് എന്തെങ്കിലും വിചിത്രമായിട്ട് നിങ്ങളുടെ കൂടെ സംഭവിക്കുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന്. എന്നാൽ നമ്മളുടെ ഈ മിസ്റ്റർ സോങ് പറയും, എനിക്കങ്ങനൊന്നും തോന്നുന്നില്ല എന്ന്. എന്നാൽ ഇത് പറഞ്ഞിട്ട് അവൻ എഴുന്നേക്കുന്ന സെക്കൻഡിൽ തന്നെ അവൻ്റെ കാല് തറയിൽ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു. അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാൻ പറ്റത്തില്ല. ഇത് കാണുന്ന നമ്മളുടെ ചെയിനിക്കും റോബിനും സത്യമെല്ലാം മനസ്സിലാവും. അവസാനം നമ്മുടെ മിസ്റ്റർ സോങ് ആയിരുന്നാലും പറയും, അതെ എനിക്കിപ്പോൾ ഒട്ടിപ്പിടിക്കുന്ന പവർ കേട്ടിട്ടുണ്ട്, ഞാനിപ്പോൾ എവിടെ തൊട്ടാലും ഒട്ടിപ്പിടിക്കുക. ഇതെങ്ങാണ് എൻ്റെ മോൾ അറിഞ്ഞു കഴിഞ്ഞാൽ അല്ലേലും അവൾക്ക് എൻ്റെ കാര്യത്തിൽ ഭയങ്കര നാണക്കേടാ. ഇനി ഇതും കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് പിന്നെ അത് മതി, എൻ്റെ മുഖത്ത് പോലും നോക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് അവനവിടെ ഭയങ്കരമായിട്ട് വിഷമിക്കാൻ തുടങ്ങും. ഇവിടെയായിട്ട് നമ്മുടെ ചെയിനി പറയും, നിങ്ങൾ എന്തായിരുന്നാലും വിഷമിക്കാനും വേണ്ട, നമുക്ക് എന്തായിരുന്നാലും ഇതിനൊരു പരിഹാരം കണ്ടുപിടിക്കാം. എനിക്ക് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ജിയോങ്ങിന് എന്തൊക്കെയോ കാര്യങ്ങൾ അറിയാമെന്ന, അവൻ എന്തൊക്കെയോ പവേഴ്സും ഉണ്ട്. അങ്ങനെ നമ്മുടെ ചെയിനി നേരെ വരുന്നത് ജിയോങ്ങിനെ കാണാൻ വേണ്ടിയിട്ട് അവൻ്റെ ഓഫീസിലായിട്ടായിരുന്നു. അതായത് ഇവൻ വർക്ക് ചെയ്യുന്നത് ഒരു സോഷ്യൽ കമ്മ്യൂണിറ്റി ആയിട്ടുള്ള ആൾക്കാരെ സഹായിക്കുന്ന കണക്കത്തെ ഒരു ഓഫീസിലായിട്ടല്ലേ. ഇവിടെയായിട്ട് ചെയിനി വന്നിട്ട് ടോക്കൺ എടുത്ത് അവൻ്റെ അടുത്ത് പറയും, എനിക്ക് നിൻ്റെ അടുത്ത് സംസാരിക്കണം എന്ന്. എന്നാൽ നമ്മുടെ ജിയോങ് പറയും, എനിക്ക് നിന്നോടൊന്നും സംസാരിക്കാനില്ല, നീ ഇവിടുന്ന് പോകണോ എന്നും പറഞ്ഞിട്ട് അടുത്ത ടോക്കൺ നമ്പർ വിളിക്കും. എന്നാൽ നമ്മുടെ ചെയിനിയാണെങ്കിൽ അടുത്ത 10 ടോക്കൺ നമ്പർ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അവൾ പറയും, നിനക്ക് ഇപ്പം എൻ്റെ അടുത്ത് സംസാരിക്കാൻ വയ്യല്ലേ, ഞാൻ എല്ലാവരുടെയും മുമ്പിൽ പറയട്ടെ, നീ എന്നെ ഇന്നലെ ആ വെയർ ഹൗസിൽ വെച്ചിട്ട് എന്താ ചെയ്തത് എന്ന്. ഇത് കേൾക്കുന്നതും എല്ലാവരും ഭയങ്കര ഷോക്കായിട്ട് നമ്മളുടെ ഈ ജിയോങ്ങിനെ തന്നെ നോക്കും. അവൻ പെട്ടെന്ന് തന്നെ പറയും, വേറെ ടോക്കൺ വരട്ടെ എന്ന് പറഞ്ഞിട്ട് അവൻ 5-6 ടോക്കൺ ക്ലിക്ക് ചെയ്യും. എന്നാൽ നമ്മുടെ ചെയിനി ഇവിടെ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി തന്നെയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നേ. അവൾ ഓടിപ്പോയിട്ട് ചറ പറയാന്നും പറഞ്ഞിട്ട് ഉള്ള ടോക്കൺ നമ്പർ എല്ലാം ക്ലിക്ക് ചെയ്തങ്ങ് എടുക്കും. എന്നിട്ട് അവൾ ഒരു കൂമ്പാരം പോലെ ഈ ടോക്കൺസ് എല്ലാം കൊണ്ടുവന്ന് ഇവൻ്റെ ടേബിളിലായിട്ട് വെച്ചിട്ട് പറയും, ഇനി നീ എന്താ ചെയ്യാൻ പോകുന്നതെന്ന്. എന്നാൽ പെട്ടെന്ന് തന്നെ നമ്മളുടെ ജിയോങ് ഇവളെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഇരിക്കുന്ന ഓഫീസറിൻ്റെ അടുത്ത് ചോദിക്കും, പുറത്ത് എന്തോ ഒരു വർക്ക് ഉണ്ടായിരുന്നില്ലേ, അത് ഞാൻ പോയി ചെയ്താൽ മതിയോ, ഞാൻ പോകാൻ പോകാമെന്ന് പറഞ്ഞിട്ട് അവൻ്റെ ഡെസ്കിലായിട്ട് ക്ലോസ്ഡ് എന്നുള്ള ആ ഒരു ബോർഡ് എടുത്തങ്ങ് വെക്കും. എന്നാൽ നമ്മുടെ ചെയിനിയാണെങ്കിൽ അപ്പോഴും ഇവനെ വിടാൻ ഒട്ടും ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. അവൾ വേഗം തന്നെ വന്നിട്ട് നമ്മുടെ റോബിൻ്റെ അടുത്തും മിസ്റ്റർ സോങ്ങിൻ്റെ അടുത്തും വന്ന് പറയും, നമുക്ക് അവനെ ഫോളോ ചെയ്യാം
ചെയ്യണോ എന്ന്. ഇവിടെ നമ്മളുടെ റോബിനും മിസ്സസ് സോങ്ങും ആയിരുന്നാലും ചേനീനെ അവളുടെ മുത്തശ്ശി ഏൽപ്പിച്ച ആ ഉള്ളിയുടെ തൊലി കട്ട് ചെയ്യുന്ന ജോലിയില്ലേ അത് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. വേഗം തന്നെ അവരതെല്ലാം എടുത്ത് വണ്ടിയിൽ വെച്ചിട്ട് നമ്മുടെ ഈ ജിയോങ്ങിനെ ഫോളോ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങും. അതേസമയം തന്നെ കാണിക്കുന്ന നമ്മളുടെ മുത്തശ്ശീനെയാണ്. മുത്തശ്ശിക്കാണെങ്കിൽ നേരത്തെ പറഞ്ഞിരുന്ന ആ ഒരു ഡയറക്ടറില്ലേ അയാളുടെ അടുത്ത് നിന്ന് ഒരു ലെറ്റർ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെയായിട്ട് മുത്തശ്ശിക്ക് മനസ്സിലാവും അയാളെ ആരോ കൊല്ലപ്പെടുത്തി എന്ന്. ഇവിടെയായിട്ട് മുത്തശ്ശിയും ആ ഒരു ലെറ്റർ വായിക്കുന്നതും ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോവും. അവർ നേരെ ആ ഡയറക്ടറിൻ്റെ ബോഡി കാണാൻ വേണ്ടിയിട്ട് വരും. എന്നാൽ ലെറ്റർ വായിക്കുന്ന എല്ലാവരും വിചാരിക്കുന്നത് തന്നെ അയാൾ സ്വന്തമായിട്ട് ആത്മഹത്യ ചെയ്തു എന്നാണ്. അതേസമയം തന്നെ നമുക്കൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. അതായത് ഈ ഡയറക്ടറിനെ കാണാൻ വേണ്ടിയിട്ട് മറ്റേ ആ സയൻറ്റിസ്റ്റും അതേപോലെ തന്നെ ആ വണ്ടർ കിഡുകളും വന്നിട്ടുണ്ടായിരുന്നല്ലോ. അവർ വന്നിട്ട് ചോദിക്കുന്നത് തന്നെ ആ എറ്റേണൽ കിഡ് എവിടെയാണ്, അവനെ എവിടെയാണ് നിങ്ങൾ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് എന്ന്. എന്നാൽ ഇവിടെയായിട്ട് നമ്മുടെ ഡയറക്ടറിന് അതിനെപ്പറ്റി ഒന്നും അറിയത്തില്ലായിരുന്നു. അയാൾ പറയുന്നത് തന്നെ ഒരു മുത്തശ്ശിയുണ്ട്, അവർക്ക് മാത്രമേ ഇതിനെപ്പറ്റി അറിയാവൂ എന്ന്. എന്നാൽ ഇവിടെയായിട്ട് നമുക്ക് ഒരു ഗ്രൂപ്പ് ഫോട്ടോ കാണിക്കും. അതിനകത്ത് നമ്മളുടെ ചെയിനിയുടെ മുത്തശ്ശി ഇരിക്കുന്നുണ്ടായിരുന്നു. അതായത് ഇവർ തന്നെയാണ് ഈ ഒരു എക്സ്പെരിമെൻറ്റിന് വേണ്ടിയിട്ട് പൈസ എല്ലാവർക്കും ഡൊണേറ്റ് ചെയ്തത്. അതായത് നമ്മുടെ മുത്തശ്ശിക്കും ഇതിനകത്ത് വലിയൊരു റോള് തന്നെയുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് നമ്മളുടെ ആ കുട്ടികളെയൊക്കെ ഇഞ്ചക്ഷൻ വെക്കുന്ന ആ ഒരു ഡോക്ടറില്ലേ അയാളെ തന്നെയാണ്. അയാളാണെങ്കിൽ യഥാർത്ഥത്തിൽ കുറേ കുട്ടികളെ പിടിച്ചിരുത്തി ഒരുപാട് എക്സ്പെരിമെൻ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ടൈമിൽ ആ ഒരു ലാബിനായിട്ട് നല്ലതുപോലെ തീ പിടിക്കും. തീ പിടിച്ച് കുറേ കുട്ടികൾ മരിച്ചു പോകും, കുറച്ച് പേര് മാത്രം ജീവനോടെ കിട്ടും. ഇവിടെയായിട്ട് ഈ ഒരു സയൻറ്റിസ്റ്റിനെ ആയിരുന്നാലും പോലീസ് പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. കാര്യം ഇല്ലീഗലായിട്ട് പെർമിഷനൊന്നും ഇല്ലാണ്ടാണ് കുട്ടികളുടെ ദേഹത്തായിട്ട് ഇങ്ങനെയുള്ള ഇഞ്ചക്ഷനൊക്കെ കുത്തിക്കയറ്റി അവരെ എക്സ്പെരിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് പോലീസ് അറിയുന്നതും ഭയങ്കര വലിയ പ്രശ്നമാക്കും. അവർ ആ സെക്കൻഡിൽ തന്നെ നമ്മളുടെ ഈ സയൻറ്റിസ്റ്റിനെ ആണെങ്കിൽ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയും ചെയ്യും. ഇന്നാണെങ്കിൽ ആ ചർച്ചിലായിട്ട് 2 പോലീസുകാർ വരും. അവർ വന്നത് തന്നെ ആ ചർച്ചിലായിട്ട് പരിശോധന നടത്താൻ വേണ്ടിയിട്ടാണ്. ഇവരെന്തെങ്കിലും ഇല്ലീഗലായിട്ടുള്ള ആക്ടിവിറ്റീസ് നടത്തുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട്. ഇവിടെയായിട്ട് വാതിൽ തുറക്കുന്നത് തന്നെ കൂളിംഗ് ഗ്ലാസ് വെച്ചൊരു പെണ്ണാണ്. ഇവളുടെ ഏറ്റവും വലിയ സൂപ്പർ പവർ എന്ന് വെച്ചാൽ ഇല്യൂഷൻ ക്രിയേറ്റ് ചെയ്യുക എന്നാണ്. ഇവളാണെങ്കിൽ അവിടെ എല്ലാം ചുറ്റി നടന്ന് കാണിക്കും. അപ്പോൾ ആ പോലീസുകാർ ചോദിക്കും, അല്ല ബേസ്മെൻറ്റിൽ നിങ്ങൾക്ക് സ്ഥലമുണ്ടോ എന്ന്. അങ്ങനെ അവൾ ബേസ്മെൻറ്റിലായിട്ടും കൊണ്ടുവരും. അവിടെയായിട്ടാണ് ഇവർ ആ വേസ്റ്റിലുള്ള ആ മെഡിക്കൽ വേസ്റ്റൊക്കെ തട്ടിയിട്ട് വേറെ രൂപത്തിലായ ആൾക്കാരെയൊക്കെ പിടിച്ചുകൊണ്ട് വന്നിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള ചികിത്സയും പരീക്ഷണവും ഒക്കെ നടത്തുന്നത്. എന്നാൽ ഈ പോലീസുകാരാണെങ്കിൽ കാണുന്നതെല്ലാം അവിടെ നല്ല ഗാർഡൻ ഉള്ളതായിട്ടും അതേപോലെ നല്ല അക്വേറിയം ഉള്ളതായിട്ടൊക്കെയാണ്. അവരുടെ കണ്ണിൽ യഥാർത്ഥ രൂപം ഒന്നും കാണാൻ പറ്റത്തില്ല. കാര്യം ആ കൂടെ നിൽക്കുന്ന പെണ്ണ് തന്നെയായിരുന്നു. അതിനുശേഷം കാണിക്കുന്ന ഇവർ തിരിച്ച് കാറിൽ വന്ന് കയറുന്നതാണ്. അതിനകത്തുള്ള ഒരു പോലീസ് ഓഫീസറാണെങ്കിൽ ഭയങ്കരമായിട്ട് സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഈ പോലീസ് ഓഫീസറാണെങ്കിൽ നമ്മളുടെ മിസ്സസ് സോങ്ങിൻ്റെയും അതേപോലെ തന്നെ റോബിൻ്റെയൊക്കെ കൂടെയായിട്ട് ചെയിനിയുടെ ബോഡി തപ്പി ആ ഒരു വേസ്റ്റ് കുഴിയിലായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇയാളുടെ ദേഹത്തും ആ വേസ്റ്റ് പറ്റിയിട്ടുണ്ട്. ഒരു പക്ഷേ അത് തന്നെയായിരിക്കാം അയാൾ അത്രയും സ്വെറ്റ് ചെയ്യാനുള്ള റീസൺ. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മളുടെ ചെയിനീനെയാണ്. അവളും അവളുടെ ടീമും കൂടി ചേർന്നിട്ട് നമ്മളുടെ ജിയോങ്ങിനെ ഫോളോ ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയല്ലേ. അവനെ എവിടെ വെച്ചിട്ട് കാണുന്നോ അവിടെ വെച്ചിട്ട് വണ്ടിയും നിർത്തി ഉള്ളിയും കണ്ടിച്ചുകൊണ്ടാണ് അവരുടെ അടുത്ത് സംസാരിക്കുന്നത്. എന്നിട്ട് അവളാണെങ്കിൽ ഒരു മാർഗ്ഗവും ഇല്ലാണ്ട് അവസാനം നമ്മളുടെ ജിയോങ്ങിൻ്റെ ബാഗും തട്ടിപ്പറിച്ചുകൊണ്ട് കാറിനകത്തായിട്ട് കയറും. ഇവിടെയായിട്ട് നമ്മളുടെ ഈ ജിയോങ് ആയിരുന്നാലും അവൻ്റെ ബാഗ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വരുന്നതാ. ആ സമയം കൊണ്ട് നമ്മളുടെ സോങ് ആയിരുന്നാലും റോബിനായിരുന്നാലും ഇവനെ തള്ളി വണ്ടിയിലായിട്ടങ്ങ് കയറ്റും. എന്നിട്ട് വണ്ടി എടുത്തുകൊണ്ട് പോകാനൊരുങ്ങും. ഇവരിവിടെ ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാജിക്കിൻ്റെ പിന്നിൽ എന്താ റീസൺ, ഇതിനെ എങ്ങനെയെങ്കിലും നമുക്ക് മാറ്റാൻ പറ്റുമോ, നിനക്ക് സൂപ്പർ പവേഴ്സ് ഉള്ളതിനെ പറ്റി ഞങ്ങൾക്ക് നല്ലതുപോലെ അറിയാം എന്ന് പറഞ്ഞിട്ട് ജിയോങ്ങിട്ട് സംസാരിക്കും. എന്നാൽ ജിയോങ് അതൊന്നും സമ്മതിച്ചു കൊടുക്കാൻ റെഡി ആയിരുന്നില്ല. അവൻ ചോദിക്കുന്ന തന്നെ നിങ്ങൾ എന്തിനെ പറ്റി പറയുന്നതെന്നാ. ഇവിടെയായിട്ട് നമ്മുടെ സോങ് ആയിരുന്നാലും ചോദിക്കും, അല്ല ഇങ്ങനൊരു സൂപ്പർ പവർ കിട്ടിയെന്നും പറഞ്ഞിട്ട് നമ്മളെ ഗവൺമെൻറ് എന്തെങ്കിലും കാര്യത്തിന് ഹെൽപ്പ് ചെയ്യുമോ, ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഹെൽപ്പ് നമുക്ക് പ്രതീക്ഷിക്കാവോ. എന്നാൽ ഇതിനൊന്നും നമ്മളുടെ ജിയോങ് ആണെങ്കിൽ മറുപടി കൊടുക്കുന്നേ ഉണ്ടായിരുന്നില്ല. അവനാണെങ്കിൽ ഒന്നും അറിയാത്തതുപോലെ ഇരിക്കും. അവസാനം നമ്മളുടെ ചേനിക്കും സോങ്ങിനും റോബിനും ഒക്കെ ദേഷ്യം വന്നിട്ട് ഇവനെ ചവിട്ടി പുറത്താക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും. ഇവിടെയായിട്ട് നമ്മളുടെ ഈ ജിയോങ്ങും ചോദിക്കും, നിങ്ങൾ എന്നെ പുറത്താക്കി കഴിഞ്ഞാൽ ഞാൻ എവിടോട്ട് പോവാനാ എന്ന്. അതേ സമയത്താണ് അവിടെയായിട്ട് ഒരു കാറ് വരുന്നത്. അത് വേറെ ആരുടെയല്ല, നേരത്തെ ഉണ്ടായിരുന്ന ആ പോലീസ് ഓഫീസേഴ്സിൻ്റെ ആയിരുന്നു. അതിനകത്ത് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്ക് പെട്ടെന്ന് എന്തോ പറ്റിയിട്ട് കാറ് നിയന്ത്രണം വിട്ട് എവിടെയോ ഇടിക്കാൻ വേണ്ടിയിട്ട് വരുമായിരുന്നു. ഇത് കാണുന്നേ നമ്മളുടെ ചെയിനിയും ടീമും ഇല്ലേ, അവർ ഭയങ്കരമായിട്ട് ഷോക്കാവും. ഈ വണ്ടി ആയിരുന്നാലും ആക്സിഡൻറ്റ് പറ്റി ഒരു കൊക്കയിലായിട്ട് വന്നങ്ങ് വീഴും. ഇവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നോക്കും. ഇവിടെയായിട്ട് ചെയിനിയൊക്കെ വന്ന് നോക്കുമ്പോൾ കാർ ഓടിച്ചുകൊണ്ടിരിക്കുന്ന പോലീസ് ഓഫീസറില്ലേ, അയാളുടെ ദേഹം റബ്ബർ പോലെ ആയിട്ടുണ്ടായിരുന്നു. ഇത് കാണുന്നേ അവർ ഭയങ്കരമായിട്ട് പേടിച്ചു പോകും. മറ്റേ ആൾക്ക് നല്ലതുപോലെ പരിക്ക് പറ്റിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ അവരാണെങ്കിൽ ഇയാളെ പുറത്തിറക്കാൻ വേണ്ടിയിട്ട് നോക്കും. ഇവിടെയായിട്ട് ചേനി ആയിരുന്നാലും റോബിൻ ആയിരുന്നാലും മിസ്റ്റർ സോങ് ആയിരുന്നാലും ഈ
കാറിനെ എങ്ങനെയെങ്കിലും മലർത്തിയിടാനൊക്കെ നോക്കുന്നുണ്ട്. എന്നാൽ അതൊന്നും സാധിക്കത്തില്ല. ഇവിടെയായിട്ട് ചെയിനി പറയും, നോക്കിയാണേ അവൻ പയറ് പോലെ നോക്കി നിൽക്കുന്നത്. ജിയോങ്ങേ, നിനക്കൊന്ന് ഹെൽപ്പ് ചെയ്തൂടെ? ഇവിടെ ആൾക്കാർ മരിക്കാൻ കിടക്കുന്ന കണ്ടില്ലേ? എന്നാലും നമ്മളുടെ ഈ ജിയോങ് ആണെങ്കിൽ അവൻ്റെ പവർ യൂസ് ചെയ്യാൻ റെഡിയേ ആയിരുന്നില്ല. മിസ്റ്റർ സോങ് ആയിരുന്നാലും പെട്ടെന്ന് തന്നെ കായലിൽ പോയിട്ട് വെള്ളം എടുത്തുകൊണ്ട് വരാൻ വേണ്ടി പോകും. ആ സമയം കൊണ്ട് നമ്മളുടെ റോബിനായിരുന്നാലും ആ കാറ് മറിച്ചിടാൻ വേണ്ടിയിട്ട് നോക്കും. ഇവിടെയായിട്ട് ജിയോങ് ആയിരുന്നാലും ആരും കാണാത്ത രീതിയിൽ ഇവരെ സഹായിക്കുന്നുണ്ടായിരുന്നു. നമ്മളുടെ മിസ്റ്റർ സോങ് വിചാരിക്കുന്നതന്നെ അവനാണ് കാറ് മലർത്തിയിടുന്നത് എന്ന. അവൻ അത്രയ്ക്ക് പവർ കിട്ടിയതുപോലൊക്കെ ഫീൽ ചെയ്യും. ഇവിടെയായിട്ട് നമ്മുടെ ചെയിനി ആയിരുന്നാലും ആ റബ്ബർ പോലിരിക്കുന്ന ആളില്ലേ, ആളെ വലിച്ച് വലിച്ച് ദൂരോട്ട് കൊണ്ടുവന്ന് നിൽക്കും. അയാളുടെ കൈയൊക്കെ നല്ലതുപോലെ വലിഞ്ഞു വരുന്നുണ്ടായിരുന്നു. അതേസമയം തന്നെ നമ്മളുടെ മിസ്റ്റർ സോങ്ങിനെ കാണിക്കും. അയാൾ കായലിലായിട്ട് വെള്ളം എടുക്കാൻ പോയിരിക്കുകയല്ലേ, അവിടെയായിട്ട് മീനിനെ പോലത്തെ ഒരു വൃത്തികെട്ട ജീവിനെ കാണും. ഇത് കാണുന്നതും അയാൾ നല്ലതുപോലെ പേടിച്ചു പോയിട്ടുണ്ടായിരുന്നു. എപ്പം നോക്കിയാലും നമ്മുടെ ഈ മിസ്റ്റർ സോങ് തന്നെയാണ് ആവശ്യമില്ലാത്ത പലതും കാണുന്നത്. ഇവിടെയായിട്ട് മിസ്റ്റർ സോങ് ആണെങ്കിൽ വേഗം തന്നെ വന്നിട്ട് നമ്മുടെ റോബിനടുത്ത് പറയും, എടാ ഞാനാണെങ്കിൽ അവിടെ ഒരു വേണ്ടാത്ത മൃഗത്തെ കണ്ടു, അത് ഭയങ്കര വികൃതമായിരുന്നു എന്ന്. എന്നാൽ ഇവരിത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അവിടെയായിട്ട് നമ്മുടെ മിസ്റ്റർ സോങ്ങിൻ്റെ കൈയില്ലേ, ആളുടെ കൈ കാറിനകത്തും അതേപോലെ റോബിൻ്റെ കയ്യിലുമായിട്ട് ഒട്ടിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് കാണുന്നേ നമ്മളുടെ ചെയിനി ആയിരുന്നാലും ഭയങ്കരമായിട്ട് അങ്ങ് പേടിച്ചു പോവും. അവളാണെങ്കിൽ നമ്മളുടെ ജിയോങ്ങിട്ട് പറയും, എന്തെങ്കിലും ഒന്ന് ചെയ്യുക, അവരെ എങ്ങനെയെങ്കിലും അതിൽ നിന്ന് മാറ്റും, ഇല്ലെങ്കിൽ കാർ ഇപ്പോൾ പൊട്ടിത്തെറിക്കുമെന്ന്. ഇവിടെയായിട്ട് നമ്മുടെ ജിയോങ് ആയിരുന്നാലും മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. അവനാണെങ്കിൽ എങ്ങനെയെങ്കിലും ഇവരെ പിടിച്ച് മാറ്റാൻ വേണ്ടിയിട്ട് നോക്കും. എന്നാൽ ഒന്നും സംഭവിക്കത്തില്ല. പകരം നമ്മളുടെ റോബിൻ്റെ ഷർട്ട് അങ്ങ് കീറിപ്പോവും. അതായത് നമ്മളുടെ മിസ്റ്റർ സോങ്ങിൻ്റെ കൈ എവിടെയാണോ ഒട്ടിയിരിക്കുന്നത് അത്രയും പോർഷനിലുള്ള തുണിയാണ് കീറിപ്പോയിട്ട് റോബിൻ അങ്ങ് തെറിച്ച് എന്ന് വീഴുന്നത്. എന്നാൽ നമ്മുടെ റോബിനായിരുന്നാലും അങ്ങനെ ഇങ്ങനെയൊന്നും ഗീവ് അപ്പ് ചെയ്യാൻ റെഡി ആയിരുന്നില്ല. അവൻ ഓടി വന്നിട്ട് മിസ്റ്റർ സോങ്ങിനെ പിടിച്ച് മാറ്റാൻ വേണ്ടിയിട്ട് നോക്കും. അവസാനം ആ കാറിൻ്റെ ഒരു ബോർഡോട് കൂടിയാണ് നമ്മുടെ റോബിനാണെങ്കിൽ മിസ്റ്റർ സോങ്ങിനെ പിടിച്ച് മാറ്റുന്നത്. എന്നിട്ട് അവനെ ആണെങ്കിൽ വേഗം തന്നെ വേറൊരു സ്ഥലത്തായിട്ട് കൊണ്ടുവന്ന് ഇരുത്തുകയും ചെയ്യും. ആ സെക്കൻഡിൽ തന്നെ കാറും പൊട്ടിത്തെറിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെയായിട്ട് നമ്മുടെ ചെയിനി ആയിരുന്നാലും ഇവന്മാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അടുത്തോട്ട് ഓടുന്നതാ. അപകടം മണത്തിട്ടാണെന്ന് തോന്നുന്നു അവൾ പെട്ടെന്ന് തന്നെ ഇൻവിസിബിൾ ആയിട്ട് അങ്ങ് പോകും. പിന്നീട് കാണിക്കുന്ന നമ്മുടെ റോബിനാണെങ്കിൽ മിസ്റ്റർ സോങ്ങിനെ എടുത്ത് മാറ്റുന്നേയും അവിടെയായിട്ട് നമ്മളുടെ ചെയിനി ഒരു വാളൊക്കെ ആയിട്ട് വരുന്നതാണ്. ഇവിടെയായിട്ട് എല്ലാം സെറ്റായിട്ടുണ്ടായിരുന്നു. നമ്മളുടെ ചെയിനിക്കായിരുന്നാലും ഒരുപാട് സന്തോഷമുണ്ട്. അവൾ പെട്ടെന്ന് തന്നെ ജിയോങ്ങിൻ്റെ അടുത്ത് പറയും, ഞാൻ ഇനി മുതൽ നിങ്ങളെയാണ് ഗുരുവായിട്ട് കാണാൻ പോകുന്നതെന്ന്. അങ്ങനെ 4 പേരും കൂടി കാറിലായിട്ട് കയറും. ഇവിടെയായിട്ട് നമ്മളുടെ ചെയിനി ആയിരുന്നാലും ടീമായിരുന്നാലും പറയും, നമുക്ക് എന്തായിരുന്നാലും ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് നല്ലൊരു അപ്രിസിയേഷൻ കിട്ടുമല്ലേ നമ്മളിവരെ രക്ഷിച്ചതിന്. എന്നാൽ നമ്മുടെ ജിയോങ് പറയുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ ഇക്കാര്യം ആരും പറയാതിരിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരെങ്ങാനും നിങ്ങളെപ്പറ്റി അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ കാര്യം പോക്കായിരിക്കും. നിങ്ങൾക്ക് പിന്നെ ഒരു കാര്യവും ചെയ്യാനുള്ള സമയവും കിട്ടത്തില്ല. നിങ്ങളെ അവർ പൊക്കിക്കൊണ്ട് പോയി എന്തെങ്കിലുമൊക്കെ ചെയ്യുകയും ചെയ്യും. ഇത് കേൾക്കുന്നതും ചെയിനിയും അതേപോലെ റോബിനൊക്കെ നല്ലതുപോലെ പേടിച്ചു പോയിട്ടുണ്ടായിരുന്നു. നമ്മളുടെ ജിയോങ് ആയിരുന്നാലും പറയും, എനിക്കിതിൽ കൂടുതലൊന്നും പറയാനില്ല എന്നും പറഞ്ഞാൽ അവൻ ആ കാറിൽ നിന്ന് അങ്ങ് ഇറങ്ങും. ഇവിടെയായിട്ട് നമ്മളുടെ മിസ്റ്റർ സോങ്ങിന് ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു. അവൻ വിചാരിക്കുന്നതിന് നമ്മളുടെ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് അവൻ എന്തെങ്കിലും അപ്രിസിയേഷൻ കിട്ടും, അതിൻ്റെ പേരിൽ ക്യാഷ് കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഇവർ നേരെ വരുന്നത് തന്നെ ഹോസ്പിറ്റലായിട്ടാണ്. എന്നാൽ ഹോസ്പിറ്റലുകാർ പറയും ഇവിടെയായിട്ടൊരു പോലീസുകാരെ അഡ്മിറ്റ് ചെയ്തിട്ടില്ല എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ ചെയിനിക്കൊക്കെ ഭയങ്കര ഡൗട്ട് അടിക്കും. അപ്പോൾ ആ പോലീസുകാരെ കൊണ്ടുപോയ ആംബുലൻസുകാർ എങ്ങോട്ടേക്കായിരിക്കും പോയത്? അത് വേറെ എവിടേക്കും അല്ല, ആ ചർച്ചിലോട്ട് തന്നെയായിരുന്നു. അതിനുശേഷം കാണിക്കുന്ന നമ്മളുടെ ജിയോങ്ങിനെയാണ്. അവനാണെങ്കിൽ അവിടുത്തെ ഓഫീസിൽ ചെന്നിട്ട് കുറേ ഡോക്യുമെൻ്റൊക്കെ എടുത്തു വെച്ച് നോക്കും. ഇവന് മനസ്സിലാവും, അതായത് നമ്മളുടെ ചെയിനിക്കൊക്കെ പവർ വന്നതെന്ന് വെച്ചാൽ ആ ഒരു വേസ്റ്റ് കുഴിയിൽ വീണില്ലേ അതിനുശേഷം തന്നെയാണ്. അതായത് വീണ്ടും അവരിപ്പോൾ ഒരു എക്സ്പെരിമെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വേസ്റ്റ് വന്ന കുഴിയിൽ വീണപ്പോഴല്ലേ ഇവർക്കെല്ലാം നല്ലതുപോലെ പവർ കിട്ടിയത്. നമ്മളുടെ ജിയോങ് ആണെങ്കിൽ അതൊക്കെ അറിയുന്നേ വല്ലാണ്ട് ഞെട്ടും. അതിനുശേഷം കാണിക്കുന്ന ജിയോങ്ങിനെ കാണാൻ വേണ്ടിയിട്ട് ആ പള്ളിയിലുള്ള ഒരു ചെറുക്കൻ കാണാൻ വരുന്നതാ. അവനാണെങ്കിൽ പണ്ട് തൊട്ടേ ജിയോങ്ങിൻ്റെ അടുത്ത് ഭയങ്കര ജലസായിരുന്നു. കാര്യം എല്ലാവരെക്കാട്ടിയും ആദ്യമേ പവർ കിട്ടിയതും പവർഫുൾ ആയിട്ടുള്ള ആൾ നമ്മുടെ ജിയോങ് തന്നെയാണ്. ഇവിടെയായിട്ട് അവൻ പറയുന്നത് തന്നെ, ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് ഇവിടുത്തെ വേസ്റ്റുകളൊക്കെ നീക്കം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവനുദ്ദേശിച്ച വേസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പവർ കിട്ടിയിട്ടും അതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത, അതേപോലെ തന്നെ പവർ കിട്ടിയിട്ടും അതിനെ യൂസ് ചെയ്യാൻ പറ്റാത്ത കുറേ ആൾക്കാരുണ്ടല്ലോ, അവരെയൊക്കെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ ഇതൊക്കെ കേൾക്കുന്നേ നമ്മുടെ ജിയോങ് പറയും, നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ, അതിനകത്തൊന്നും എനിക്ക് യാതൊരു വിധത്തിലുള്ള പങ്കും ഇല്ല, ഞാനതിൽ ഇൻട്രസ്റ്റഡും അല്ല. ഞാനിപ്പോൾ ഒരു ഗവൺമെൻറ് ജോലിയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ റീസെൻ്റ് ആയിട്ടാണ് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയിട്ട് വന്നത്. വേറൊന്നും എനിക്ക് അറിയാനും താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ അവൻ അവിടെ നിന്ന് പോകാനൊരുങ്ങും. അതിനുശേഷം കാണിക്കുന്ന നമ്മളുടെ ചെയിനിയാണെങ്കിൽ ജിയോങ്ങിനെ കാണാൻ വേണ്ടിയിട്ട് വരുന്നതാ. ചെയിനി വന്നിട്ട് ജിയോങ്ങിൻ്റെ
അടുത്ത് പറയുക, എന്നെ എങ്ങനെയെങ്കിലും ഈ പവേഴ്സ് ഒന്ന് ഹാൻഡിൽ ചെയ്യാൻ പഠിപ്പിക്കുമോ? ഞങ്ങൾക്ക് എങ്ങനെയായിരിക്കും ഈ സൂപ്പർ പവർ കിട്ടിയത്? നിനക്ക് എന്തെങ്കിലും ഇതിനെപ്പറ്റി അറിയാവോ? ഞങ്ങളുടെ മാസ്റ്റർ ആവ്, ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു താന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ കിടന്ന് ബഹളം വെക്കാൻ തുടങ്ങും. എന്നാൽ നമ്മുടെ ജിയോങ് വലിയ മൈൻഡൊന്നും കൊടുക്കത്തില്ല. പെട്ടെന്ന് തന്നെ അവിടെയായിട്ട് നമ്മുടെ ജിയോങ്ങിൻ്റെ അടുത്ത് ക്രഷ് ഉള്ളൊരു പെണ്ണ് വരും. അവൾ ജിയോങ്ങിൻ്റെ പേര് വിളിച്ച് നല്ലതുപോലെ ബഹളം വെക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ജിയോങ് ആണെങ്കിൽ നമ്മുടെ ചെയിനിയുടെ വാ പൊത്തിയങ്ങ് പിടിക്കും. ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലി നടത്തുന്നതാ. അവസാനം നമ്മുടെ ചെയിനെ അറിയാണ്ട് നമ്മുടെ ജിയോങ്ങിൻ്റെ കവിളിലായിട്ടൊരു അടി അങ്ങ് വെച്ചു കൊടുക്കും. അവൻ്റെ കണ്ണിലിരുന്ന ആ ഒരു ഗ്ലാസ് ആയിരുന്നാലും തെറിച്ച് വന്ന് വീണിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മളുടെ ജിയോങ്ങിൻ്റെ മുഖത്തായിട്ട് ആ ഒരു പാടും വന്നിട്ടുണ്ട്. നമ്മുടെ ജിയോങ്ങിൻ്റെ അടുത്ത് ക്രഷുള്ള ആ പെണ്ണുണ്ടല്ലോ, അവളാണെങ്കിൽ അങ്ങോട്ട് വരുന്നതും പെട്ടെന്ന് തന്നെ അവൾ ചോദിക്കും, നിന്റെ കവിളിൽ എന്ത് പറ്റിയതാ എന്ന്. എന്നാൽ നമ്മുടെ ജിയോങ് പറയുന്നത് അത് ഞാൻ ബ്ലഷ് ചെയ്യുന്നതാ എന്നാ. ഇവിടെയായിട്ട് നമ്മുടെ ചെയിനിനെ നോക്കുമ്പോൾ അവളുടെ പൊടി പോലും ഉണ്ടായിരുന്നില്ല. അവൾ പെട്ടെന്ന് തന്നെ അവിടുന്ന് ടെലിപ്പോർട്ടായി പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് നമ്മുടെ ചെയിനി കൂടെ പ്രത്യക്ഷപ്പെടും. കൂടെ അവിടുന്ന് ടെലിപ്പോർട്ടായി ഇങ്ങനെ പോവുകയും ചെയ്യും. അവസാനം നമ്മുടെ ജിയോങ് ആണെങ്കിൽ ചേനീനെ അവിടുത്തെ ഭിത്തിയിലായിട്ട് ഒട്ടിച്ചങ്ങ് വെക്കും. നമ്മുടെ ചേനി ആയിരുന്നാലും ഇവൻ്റെ പവറൊക്കെ കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഇമ്പ്രസ്ഡ് ആയിട്ടുണ്ടായിരുന്നു. അവളാണെങ്കിൽ വാവ് എന്ന് വെക്കും. ഇവനായിരുന്നാലും ഇവളെ താഴോട്ട് കൊണ്ടുവരും. നമ്മളുടെ ചേനിയുടെ നോട്ടൊക്കെ കാണുമ്പോഴേ മനസ്സിലാവും അവൾക്ക് ഇവനെ ഭയങ്കര ഇഷ്ടമായി എന്ന്. ഇവിടെയായിട്ട് നമ്മുടെ ജിയോങ് പറയും, നീ വിഷമിക്കണ്ട, ഞാൻ നിങ്ങളെ ട്രെയിൻ ചെയ്യിച്ചോളാം എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ ചേനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് അവളവിടുന്ന് തുള്ളിച്ചാടി ചിരിച്ചോണ്ടാ പോകുന്നത്. ഇതൊക്കെ നമ്മളുടെ ജിയോങ് ആയിരുന്നാലും മുകളിൽ നിന്ന് കാണുന്നുണ്ടായിരുന്നു. അവനായിരുന്നാലും ഇവളുടെ ഈ ഒരു ചാട്ടമൊക്കെ കണ്ടിട്ട് ഭയങ്കരമായിട്ടിരുന്ന് ചിരിക്കാൻ തുടങ്ങും. എന്നാൽ അതേ സമയം തന്നെ നമ്മുടെ ആ പള്ളിയിലുള്ള ആളില്ലേ, അയാളായിരുന്നാലും ഇവളെ നല്ലതുപോലെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അവനായിരുന്നാലും നമ്മളുടെ ചേനീനെ ദൂരെ നിന്ന് നോക്കിയിട്ട് അവളെ അങ്ങ് ക്രാഷ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് നോക്കും. ഇവൻ്റെ സൂപ്പർ പവർ എന്ന് വെച്ചാൽ എന്ത് സാധനം കിട്ടിയാലും അതിനെ തവിട് പൊടിയാക്കുക എന്നതാണ്. അവനങ്ങനെ കൈ വെച്ചിട്ട് ആക്കാൻ വേണ്ടിയിട്ട് നോക്കുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് തന്നെ അവനെ ഒരാൾ ഇടിച്ചകത്തോട്ടങ്ങ് ഇടും. അത് വേറെ ആരുമല്ല, നമ്മുടെ ജിയോങ് ആയിരുന്നു. അവൻ വന്നിട്ട് ഇയാളുടെ അടുത്ത് പറയും, മര്യാദയ്ക്ക് അവളുടെ അടുത്ത് നിന്ന് മാറി നിന്നോ, അവൾ എൻ്റെ ഫ്രണ്ടാണ് എന്നും പറഞ്ഞിട്ട് നമ്മളുടെ ജിയോങ് ആണെങ്കിൽ ചെയിനിനെ വിളിച്ചിട്ട് ചോദിക്കും, നീ നാളെ ഫ്രീ ആണോ? നിനക്ക് നാളെ ഒരു ജോലിയുണ്ട്. ഇത് കേൾക്കുന്നേ നമ്മുടെ ചെയിനി പറയും, പിന്നില്ലേ ഞാൻ ഫ്രീയാ, ഞാൻ എപ്പോഴേ ഫ്രീയാ എന്ന്. ഇവിടെയായിട്ട് ജിയോങ് പറയും, വലിയ കാര്യമൊന്നുമല്ല, നിന്നെ ട്രെയിൻ ചെയ്യിക്കാനൊന്നുമല്ല, വേസ്റ്റ് പറക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും ഒരു ക്യാമ്പയിൻ ചെയ്യുന്നുണ്ട് എന്ന്. ഇത് കേൾക്കുന്നേ നമ്മളുടെ ചെയിനിക്ക് ഭയങ്കര സന്തോഷമാവും. അതിനുശേഷം കാണിക്കുന്നത് അടുത്ത ദിവസമാണെങ്കിൽ നമ്മളുടെ ചെയിനി ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അവനെ കാണാൻ വേണ്ടിയിട്ട് വരുന്നതാ. എന്നിട്ട് നമ്മളുടെ മുത്തശ്ശീനെ വിളിച്ചിട്ട് പറയും, മുത്തശ്ശി ഒരു കാര്യം അറിഞ്ഞോ, എനിക്ക് ഗവൺമെൻറ് ജോലി കിട്ടി, ദാ ഓഫീസിൻ്റെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ജിയോങ്ങിൻ്റെ കയ്യിൽ ഫോണൊക്കെ കൊടുക്കും. അവൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഇത് കേൾക്കുന്നേ നമ്മുടെ മുത്തശ്ശിക്കും ഭയങ്കര സന്തോഷമാവും. മുത്തശ്ശി ആയിരുന്നാലും നമ്മുടെ ചേനി കിടന്ന് തുള്ളിച്ചാടുന്നത് പോലെ അവിടെ കിടന്ന് ഡാൻസ് കളിക്കാൻ തുടങ്ങും. ഇത് കാണുന്നേ മനസ്സിലാവും നമ്മുടെ ചേനി ആയിരുന്നാലും മുത്തശ്ശീനെ പോലെ തന്നെയായെന്ന്. മുത്തശ്ശി അങ്ങനെ സന്തോഷിച്ച് അവരുടെ ഹോട്ടലായിട്ട് വരുന്നതാ. അവിടെ വന്ന് നോക്കുമ്പോൾ അവിടെയായിട്ട് മറ്റേ ആ എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്യുന്ന സയൻറ്റിസ്റ്റും അയാളുടെ 3 പിള്ളേരും ഉണ്ടായിരുന്നു. ഇവിടെയായിട്ട് നമുക്ക് കാണിക്കും, ഇയാളാണെങ്കിൽ പണ്ട് ഒരു കേൾവിയില്ലാത്ത ഒരു പെങ്കൊച്ചിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവൾക്ക് അതിനുശേഷം അയാൾ തന്നെയാണ് എല്ലാം. അതേപോലെ തന്നെ ഇവർ 3 പേരും തന്നെയാണ് ആ എക്സ്പെരിമെൻറ്റിൻ്റെ ആ ഒരു എക്സ്പ്ലോഷൻ നടന്ന സമയത്ത് ഇയാളെ വന്ന് രക്ഷിച്ചത്. ഇയാളായിരുന്നാലും പറയും, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഉറപ്പായിട്ടും തിരിച്ചു വരുന്നതായിരിക്കും. നിങ്ങൾ അത്രയും നാളും എവിടെയെങ്കിലും പോയി സുരക്ഷിതമായിട്ട് ഒളിച്ചു താമസിക്കണം, നിങ്ങളുടെ പവർ ആരുടെയും മുമ്പിൽ കാണിക്കരുത് എന്ന്. ഇത്രയും പറഞ്ഞായിട്ട് നമ്മുടെ ഈ സയൻറ്റിസ്റ്റിനെ പോലീസ് പിടിച്ചുകൊണ്ട് പോകുന്നത്. ഇവിടെയായിട്ട് ഈ പിള്ളേരാണെങ്കിൽ ഇയാളെ വിളിക്കുന്നത് തന്നെ പപ്പ എന്നാണ്. അവർക്ക് അത്രയ്ക്കും കാര്യമാണ്. ഇവിടെയായിട്ട് നമ്മുടെ ഈ സയൻറ്റിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആവശ്യമുള്ളത് തന്നെ നമ്മളുടെ എറ്റേണൽ കിഡിൻ്റെ രക്തവും അല്ലെങ്കിൽ പ്ലാസ്മയും ഒക്കെ ആയിരുന്നു. ആ കൊച്ചിന് വേണ്ടിയിട്ടാണ് ഇവർ തിരഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് തന്നെയാണ് നമ്മളുടെ മുത്തശ്ശീനെ കാണാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നത്. മുത്തശ്ശീനെ ഇവർ മാക്സിമം ടോർച്ചർ ചെയ്യും. അതിനകത്തുള്ള ആ ചെവി കേൾക്കാത്ത പെണ്ണില്ലേ, അവളുടെ പവർ എന്ന് വെച്ചാൽ ആൾക്കാരെ ഹിപ്നോട്ടൈസ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അതായത് എന്ത് സത്യം ഉണ്ടെങ്കിലും പുറത്ത് പറയിക്കാനും അതേപോലെ തന്നെ അവരെ കൺട്രോൾ ചെയ്യാനും ഒക്കെയുള്ള കഴിവ് ഈ പെങ്കൊച്ചിനുണ്ടായിരുന്നു. ഇവിടെയായിട്ട് മുത്തശ്ശീനെ നല്ലതുപോലെ ടോർച്ചർ ചെയ്യും. എന്നാൽ മുത്തശ്ശി പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ ചെറുക്കൻ മരിച്ചുപോയി എന്നാ. അതേസമയം തന്നെ നമ്മളുടെ ജിയോങ്ങിനായിരുന്നാലും കുറെ മെമ്മറിയൊക്കെ സ്വപ്നത്തിൽ വരും. അതിനകത്ത് നമുക്ക് കാണിക്കും, അതായത് നമ്മളുടെ ജിയോങ്ങിനെ ആണെങ്കിൽ ഒരു ലോക്കലായിട്ട് അടച്ചിട്ടിട്ട് അതേപോലെ തന്നെ ആ എറ്റേണൽ കിഡില്ലേ, അവനെ ആണെങ്കിൽ എടുത്തു വെച്ചിട്ട് നല്ലതുപോലെ പരീക്ഷണം ചെയ്യുന്നത്. അവനെ ഇവർ കൂടെ കൊല്ലും, എന്നിട്ട് അവനെ തിരിച്ച് ജീവനോടെ വരുത്തിക്കുകയും ചെയ്യും. ഇത് കണ്ടിട്ട് കൺട്രോൾ പോയിട്ടാണ് നമ്മളുടെ ജിയോങ് ആയിരുന്നാലും അവിടെ കിടന്ന് അലറി വിളിച്ചിട്ട് അവിടെ എല്ലാം വലിയൊരു തീപിടുത്തം തന്നെ ഉണ്ടാവുന്നത്. ആ ഒരു തീപിടുത്തത്തിൽ ഒരുപാട് കുട്ടികൾക്ക് നല്ല പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പോലീസുകാർ വന്നിട്ട് കുറേ കുട്ടികളെയൊക്കെ രക്ഷപ്പെടുത്തുകയും ചെയ്യും. അതിൽ കുറച്ച് പേരൊക്കെ മരിച്ചു പോവും, കുറച്ച് പേരൊക്കെ എവിടോട്ട് ഓടിപ്പോയി രക്ഷപ്പെടുകയും ചെയ്യും. ഇതിനുശേഷം കാണിക്കുന്ന അടുത്ത ദിവസമാണെങ്കിൽ ഇവരാ വേസ്റ്റ് പറക്കുന്ന ആ ഒരു പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അവിടെയായിട്ട് നമ്മുടെ പള്ളിയിലുള്ള ആൾക്കാരും വരുന്നതാ. നമ്മളുടെ ജിയോങ്ങിനാണെങ്കിൽ ഇതിനോട് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ മേയർ പറഞ്ഞതിൻ്റെ പേരിലാണ് അവരെല്ലാം ഇവിടെ എത്തിയിരിക്കുന്നത്. അവർ വന്നിട്ട് പറയുന്നത് തന്നെ ഞങ്ങൾ വേസ്റ്റ് വൃത്തിയാക്കാൻ വന്നിരിക്കുക എന്ന്. ഇതേ ഡയലോഗ് തന്നെയായിരുന്നു മറ്റേ പവർ ഉള്ളവനും പറഞ്ഞത്. ഇത് കേൾക്കുന്നേ
നമ്മുടെ ജിയോങ് വിചാരിക്കും ഇവിടെയായിട്ട് നമ്മളുടെ ചൈനയും ടീമും എത്തുന്നത് ഭയങ്കര അപകടമാണ് എന്ന്. അവിടെയായിട്ട് നമ്മുടെ ചൈനയും ടീമും ഒക്കെ ആയിരുന്നാലും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് വരുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മുടെ ജിയോങ് ഇവരെ കൊണ്ടുവന്ന് ഒരു റൂമിലായിട്ട് അടച്ചിട്ടിട്ട് പറയും, നിങ്ങൾ ഇവിടെ ഇരുന്നിട്ട് നിങ്ങളുടെ പവർ എങ്ങനെയാണ് വരുന്നത്, എങ്ങനെയാണ് പോകുന്നതെന്നൊക്കെയുള്ള കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് അങ്ങ് പോകും. ഇവിടെയായിട്ട് നമ്മുടെ ചൈനി ആയിരുന്നാലും പറയും, മാസ്റ്റർ നമ്മളെ ട്രെയിൻ ചെയ്യിക്കാൻ നോക്കുക, നമുക്കതിന് വേണ്ടിയിട്ട് നല്ലതുപോലെ ട്രൈ ചെയ്യാമെന്ന്. അതിനുശേഷം കാണിക്കുന്ന നമ്മുടെ മുത്തശ്ശിയാണെങ്കിൽ അവിടെയുള്ള ആ ഡിറ്റക്റ്റീവില്ലേ അവൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ചോദിക്കും, എന്തായിരുന്നാലും നീ എല്ലാ CCTV ഫുട്ടേജും എനിക്കൊന്ന് കാണിക്കണോ എന്ന്. അപ്പോൾ ആ ചെറുക്കൻ പറയുന്നത് തന്നെ CCTVയിൽ ഒരെണ്ണം മാത്രമേ എനിക്ക് കിട്ടിയുള്ളൂ. അതിനകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ സയൻറ്റിസ്റ്റും ടീമും ഇല്ലേ അവരിങ്ങനെ കാറിൽ പോകാൻ നേരത്ത് അവിടെയായിട്ട് നമ്മുടെ ചെയിനി നിൽക്കും. പെട്ടെന്ന് തന്നെ ആ ക്രഷ് ചെയ്യാൻ പവറുള്ള ചെറുക്കനുണ്ടല്ലോ അവൻ വന്നിട്ട് നമ്മുടെ ചെയിനിനെ ക്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്നതാ. എന്നാൽ ആ സെക്കൻഡിൽ തന്നെ അവൾ അവിടുന്ന് മാഞ്ഞങ്ങ് പോവും. ഇത് കാണുന്നേ മുത്തശ്ശി ഭയങ്കരമായിട്ട് ഞെട്ടിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇവിടെയായിട്ട് ഇവരുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ എക്സ് ഡിറ്റക്റ്റീവ് ഇല്ലേ അവൻ്റെ കാര്യത്തിൽ ഇവർക്ക് നല്ല ഡൗട്ട് അടിച്ചിട്ടുണ്ടായിരുന്നു. അവർ പെട്ടെന്ന് തന്നെ ഫോൺ എടുത്തിട്ട് അവൻ്റെ നമ്പറിലോട്ടൊന്ന് കോൾ ചെയ്യും. അപ്പോൾ യഥാർത്ഥത്തിലുള്ള അവനാണ് ഫോൺ എടുക്കുന്നത്. ഇവിടെയായിട്ട് മുത്തശ്ശിക്ക് നല്ലതുപോലെ എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ടുണ്ടായിരുന്നു. ആ പെണ്ണായിരുന്നാലും പെട്ടെന്ന് തന്നെ രൂപം മാറിയിട്ട് പറയും, എല്ലാ തവണ ആൾക്കാർ ഇങ്ങനെ തന്നെ എന്നെ പിടിക്കുന്നത്. മുത്തശ്ശി പറയും, എന്നെ അവൻ എപ്പോഴും മുത്തശ്ശി എന്ന് വിളിച്ച് മാത്രമേ സംസാരിക്കൂ, എന്നാൽ നീ എന്നെ മിസ് കിം എന്ന് പറഞ്ഞ് വിളിച്ചല്ലേ സംസാരിച്ചത്, അത് തന്നെയാണ് നിനക്ക് പറ്റിയ അബദ്ധം. ഈ പെണ്ണായിരുന്നാലും മുത്തശ്ശിയുടെ ചുറ്റിനും തീ വന്നതുപോലെ ഉള്ളൊരു ഇല്യൂഷൻ ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് അവൾ ചോദിക്കും, നിങ്ങൾ ആ ഒരു ചെറുക്കനെ മാത്രമല്ലേ രക്ഷിച്ചോളൂ, ഞങ്ങളെ ആരെയും രക്ഷിക്കുന്നതിനെ പറ്റി നിങ്ങളൊന്ന് ആലോചിച്ചത് കൂടിയില്ലല്ലോ. പെട്ടെന്ന് തന്നെ മുത്തശ്ശി പറയും, അത് നിന്റെ അച്ഛൻ പറഞ്ഞു തന്നതല്ലേ, അതല്ല യഥാർത്ഥത്തിൽ സംഭവിച്ചത്. എന്തൊക്കെയായിരുന്നാലും നിനക്ക് എൻ്റെ ചുറ്റിനും ഇതിലും കൂടിയ വലിയൊരു ഹെല്ലുണ്ടാക്കാനൊന്നും പറ്റത്തില്ല. ഓൾറെഡി ഞാൻ വലിയൊരു ഹെല്ലിൽ തന്നെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് കാണിക്കുന്ന നമ്മുടെ ചൈനീനെയും ടീമിനെയാണ്. ചൈനി ആയിരുന്നാലും അവളുടെ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് അവൾക്ക് എങ്ങനെയാണ് ആ സൂപ്പർ പവേഴ്സ് കിട്ടുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവൾ മനസ്സിലാക്കും അവളുടെ ഹാർട്ട് ബീറ്റ് കൂടുമ്പോഴാണ് അവൾക്ക് സൂപ്പർ പവേഴ്സ് കിട്ടുന്നതെന്ന്. അവളവിടെ ആഗ്രഹിക്കുന്ന തന്നെ അറോറ കാണണമെന്ന്, അതായത് വേറെ ഒരു രാജ്യത്ത് എന്നിട്ട് മറ്റേ ഗ്രീൻ കളറിലുള്ള ആ ഒരു ആകാശമില്ലേ അത് കാണാൻ വേണ്ടിയിട്ട്. എന്നാൽ അവൾ വിചാരിച്ച സ്ഥലമൊന്നും മാറിപ്പോയിട്ടുണ്ടായിരുന്നു. അവൾ എത്തിച്ചേരുന്നത് കൊറിയയിൽ തന്നെയുള്ള അറോറ എന്ന് പറയുന്ന ഒരു ബാറിലായിട്ടാണ്. അവൾ ആ സെക്കൻഡിൽ തന്നെ ടെലിപ്പോർട്ടായി തിരിച്ചു വരും. ഇവിടെ നമ്മളുടെ റോബിനും അതേപോലെ മിസ്റ്റർ സോങ്ങിനും നല്ല സന്തോഷമുണ്ട്. ഒന്നുമില്ലെങ്കിലും ചേനിയെങ്കിലും അവളുടെ പവേഴ്സിനെ എങ്ങനെയാണ് വരുത്തണ്ടേന്ന് കണ്ടുപിടിച്ചല്ലോ. അതിനുശേഷം കാണിക്കുന്ന നമ്മുടെ റോബിനാണെങ്കിൽ മിസ്റ്റർ സോങ്ങിൻ്റെ കയ്യിൽ നിന്നുള്ള അടിയെല്ലാം വാങ്ങിക്കുന്നതാണ്. അവനായിരുന്നാലും ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്ന സമയത്തൊക്കെ ആയിരുന്നു ഇതേപോലെ പവർ കൂടുന്നത്. എന്നാൽ നമ്മുടെ റോബിനാണെങ്കിൽ എത്ര അടി കിട്ടിയിട്ടും അവൻ്റെ പവറിന് മാത്രം ഒരു ചേഞ്ചും ഉണ്ടായിരുന്നില്ല. അവൻ്റെ മുഖമൊക്കെ ചുമന്നിരിക്കുമായിരുന്നു. അതിനുശേഷം കാണിക്കുന്ന നമ്മുടെ ജിയോങ്ങിനെയാണ്. അവനാണെങ്കിൽ അവിടെ ആ പള്ളിയിൽ നിന്ന് വന്ന ഒരാളുമായിട്ട് സംസാരിക്കുമായിരുന്നു. സത്യം പറഞ്ഞാൽ ഇവരെല്ലാവരും പള്ളിയിൽ ഇത്രയും വിശ്വസിക്കാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ഇവരുടെ കൂടെ കുറച്ച് പവർഫുള്ളായിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ അവരവരുടെ പവർഫുള്ളൊക്കെ കാണിച്ചിട്ട് ഇവരതിലെല്ലാം ഭയങ്കരമായിട്ട് വിശ്വസിച്ചിരിക്കുവാണ്. അയാൾ പറയുന്നത് തന്നെ ഞങ്ങൾക്ക് എന്തായിരുന്നാലും ദൈവത്തിൽ നല്ല വിശ്വാസം ഉണ്ടെന്ന്. ആ സമയത്ത് തന്നെ അവിടെയായിട്ട് ഉള്ള സാധനങ്ങളെല്ലാം നല്ലതുപോലെ പറന്ന് കളിക്കുന്നുണ്ടായിരുന്നു. ഇവനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആളെ ആയിരുന്നാലും പെട്ടെന്ന് തന്നെ ഒരു കാറ് വന്ന് വീണിട്ട് അയാൾ ആ സ്പോട്ടിൽ ചത്തു. അതായത് ഈ പവർ കാണിക്കുന്ന വേറെ ആരുമല്ല, ആ മുഖത്ത് പൊള്ളലേറ്റ ഒരുത്തനുണ്ടല്ലോ, അതായത് എല്ലാത്തിനെയും തവിടുപൊടിയാക്കാൻ കഴിവുള്ള ഒരുത്തൻ. അവൻ തന്നെയാണ് ഈ പവർ വെച്ചിട്ട് നമ്മളുടെ ജിയോങ്ങിനെ അപകടപ്പെടുത്താൻ വേണ്ടി നോക്കുന്നത്. അതേസമയം തന്നെ നമ്മുടെ ചൈനയുടെ ടീമിനെ കാണിക്കും. ഇവിടെയായിട്ട് നമ്മളുടെ മിസ്റ്റർ സോങ് ആണെങ്കിൽ അവരുടെ ഒരു സീലിംഗില്ലേ അതിനകത്തായിട്ട് ഒട്ടിയിരിക്കുമായിരുന്നു. അയാൾക്ക് തന്നെ അറിയത്തില്ല ഇനി എങ്ങനെയാണ് താഴോട്ട് വരണ്ടേ എന്ന്. ആ സമയത്ത് തന്നെ നമ്മളുടെ ചൈനയായിരുന്നാലും ഇരുന്ന് പറയും, എനിക്ക് മാസ്റ്ററിനെ ഇംപ്രസ് ചെയ്യണം, എനിക്ക് എൻ്റെ പവറിനെ കൺട്രോൾ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പെട്ടെന്ന് തന്നെ അവളുടെ ഹാർട്ട് ബീറ്റ് കൂടിയിട്ട് അവൾ നേരെ ടെലിപ്പോർട്ടായി നമ്മളുടെ ജിയോങ്ങിൻ്റെ അടുത്തായിട്ട് വരും. വന്ന് നോക്കുമ്പോൾ അവിടെയായിട്ട് ഭയങ്കര വലിയ അടി നടക്കുമല്ലേ. നമ്മുടെ ആ മുഖത്ത് പൊള്ളലേറ്റ ചെറുക്കനായിരുന്നാലും ഉള്ള സാധനം എല്ലാം നമ്മുടെ ജിയോങ്ങിൻ്റെ ദേഹത്തായിട്ട് വലിച്ചെറിയുക. അവൾക്കായിരുന്നാലും ഒരു വലിയൊരു കാർ ഇടിക്കാൻ വരുന്നത് പോലെ തോന്നും. അവൾ പേടിച്ച് തല എടുത്ത് കൈ വെക്കുന്നതാ. എന്നാൽ സെക്കൻഡിൽ തന്നെ അവൾ ടെലിപ്പോർട്ടായി ഇവളുടെ ടീം എവിടെയാണോ നിൽക്കുന്നത് ആ സ്ഥലത്തായിട്ട് വരും. പെട്ടെന്ന് തന്നെ അവൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റോബിൻ്റെ കയ്യിലായിട്ട് പിടിച്ചിട്ട് അവൻ്റെ കൂടെ അവൾ ടെലിപ്പോർട്ടായി നമ്മുടെ ജിയോങ്ങിൻ്റെ അടുത്തായിട്ട് വരും. അവൾ നമ്മുടെ റോബിനെ കൊണ്ടുവന്ന റീസൺ തന്നെ അവൻ എങ്ങനെയെങ്കിലും ജിയോങ്ങിനെ ഹെൽപ്പ് ചെയ്യട്ടെ എന്ന് ആലോചിച്ചിട്ടാണ്. എന്നിട്ട് അവൾ പറയും, മാസ്റ്റർ നിങ്ങൾ വിഷമിക്കേണ്ട, ഞാൻ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവൾ നമ്മുടെ റോബിനെയും അതേപോലെ തന്നെ നമ്മുടെ ഈ ജിയോങ്ങിനെ കയ്യിലായിട്ട് പിടിച്ചിട്ട് ടെലിപ്പോർട്ട് ആവാൻ വേണ്ടിയിട്ട് നോക്കും. എന്നാൽ അവളുടെ പവർ വർക്ക് ആവുന്നുണ്ടായിരുന്നില്ല. അതേസമയം തന്നെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ മുഖത്ത് പാടുള്ള ചെറുക്കനില്ലേ അവനവൻ്റെ പവർ എല്ലാം എടുത്തിട്ട് എല്ലാം കൂടി ചുരുട്ടി കൂട്ടി ഇവരുടെ ദേഹത്തായിട്ട് എറിയാൻ വേണ്ടി നോക്കും.
നമ്മുടെ ജിയോങ്ങിനാണെങ്കിൽ വലിയൊരു അടി കിട്ടുമെന്ന് പേടിച്ചിട്ട് ചേനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവൻ്റെ മുമ്പിലായിട്ട് കയറിയങ്ങ് നിൽക്കും. ആ വലിയ സാധനങ്ങളെല്ലാം കൂടി വന്ന് വീണിട്ട് നമ്മുടെ ചേനിക്ക് ഭയങ്കരമായിട്ടുള്ള പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. അതേ സെക്കൻഡ് തന്നെ ആ ചെറുക്കനാണെങ്കിൽ വേറൊരു വലിയ കാറും എടുത്തെറിയും. ഇത് കാണുന്നേ നമ്മളുടെ റോബിനാണെങ്കിൽ വേറെ ഒന്നും നോക്കത്തില്ല, ആ കാറിനെ എടുത്ത് വലിച്ചങ്ങ് എറിയും. അവൻ്റെ പവേഴ്സ് എല്ലാം തിരിച്ചു കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇവിടെയായിട്ട് നമ്മുടെ ചേനിയും ഇല്ല, അതേപോലെ ജിയോങ്ങും ഇല്ല. രണ്ടുപേരും ഇപ്പോൾ ടെലിപ്പോർട്ടായിട്ടുണ്ട്. അവരിപ്പോൾ വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ചേനി ആഗ്രഹിച്ചിരുന്ന ആ അറോറ എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലമില്ലേ, അവിടെ ആയിട്ടാണ്. അവളുടെ കഴുത്തിൽ നിന്ന് നല്ലതുപോലെ ബ്ലീഡിങ്ങും വരുന്നുണ്ടായിരുന്നു. അവൾ ആദ്യമായിട്ടാണ് കൊറിയയ്ക്ക് പുറത്തോട്ട് വരുന്നത് തന്നെ. അവൾ പറയും, അറോറ കാണാൻ എന്ത് ഭംഗിയല്ലേ. ഇവിടെ നമ്മളുടെ ജിയോങ്ങിനായിരുന്നാലും നല്ല ഡൗട്ടുണ്ട് ഇവൾ രക്ഷപ്പെടുമോ എന്നുള്ള കാര്യത്തിൽ. കാര്യം അത്രയ്ക്ക് ബ്ലീഡിങ് അവളുടെ ദേഹത്തുനിന്ന് പൊക്കോണ്ടിരിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ റോബിനെയാണ്. അവൻ്റെ അടുത്താണെങ്കിൽ മറ്റേ ആ മുഖത്ത് പാടുള്ള ചെറുക്കനാണെങ്കിൽ ഓരോരോ സാധനങ്ങൾ വലിച്ചെറിയുന്നുണ്ട്. അതേപോലെ തന്നെ അവനെ തവിടുപൊടിയാക്കാൻ വേണ്ടിയിട്ട് നോക്കും. എന്നാൽ ഇവൻ്റെ ദേഹത്ത് മാത്രം ഇതൊന്നും വർക്ക് ആവുന്നുണ്ടായിരുന്നില്ല. ഇത് കാണുന്നതും നമ്മളുടെ ആ മുഖത്ത് പാടുള്ള ചെറുക്കൻ വിചാരിക്കും ഇവനപ്പോൾ ഒരു ഡിഫക്റ്റീവ് പ്രൊഡക്റ്റ് അല്ല, ഇവൻ എൻ്റെ കാട്ടിയും പവർ ഉണ്ട് എന്ന്. ഇവനിങ്ങനെ കൈയടിക്കുന്ന കണ്ടിട്ട് നമ്മുടെ റോബിനൊന്നും മനസ്സിലാവത്തില്ല. അവൻ വിചാരിക്കും ഇവൻ വല്ല താളത്തിന് വേണ്ടിയിട്ട് താളം പിടിക്കുക എന്ന്. കൂട്ടത്തിൽ നമ്മുടെ റോബിന് വരുന്ന കൈയടിച്ച് കാണിക്കും. അതിനുശേഷം കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മിസ്റ്റർ സോങ് നിൽക്കുന്ന ആ ഒരു റൂമില്ലേ, അവിടെയായിട്ട് നമ്മുടെ മുത്തശ്ശി പറഞ്ഞ ആ ഒരു എക്സ് ഡിറ്റക്റ്റീവ് വരുന്നതാണ്. അവനെ കാണുന്നത് നമ്മുടെ മിസ്റ്റർ സോങ് അവൻ്റെ ദേഹത്തായിട്ട് വന്നങ്ങ് വീഴും. എന്നാൽ അവൻ അവിടെ നിന്ന് എഴുന്നേക്കാൻ പറ്റത്തില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മിസ്റ്റർ സോങ്ങിൻ്റെ കൈ തറയിലായിട്ട് ഒട്ടിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ ചേനീനെ അതേപോലെ ജിയോങ്ങിനെയാണ്. ഇവിടെയായിട്ട് നമ്മുടെ ചേനി ആയിരുന്നാലും ഒരുപാട് രക്തം വാർന്നിട്ട് അവൾ അവസാനം മരിച്ചു പോവും. ഇത് കാണുന്നേ നമ്മളുടെ ജിയോങ്ങിന് സഹിക്കാൻ പറ്റത്തില്ല. അവൻ നല്ല ഇമോഷണൽ ആയിട്ടുണ്ടായിരുന്നു. അവനാണെങ്കിൽ അവളുടെ ജീവൻ തിരിച്ചു കൊണ്ടുവരാൻ മാക്സിമം ട്രൈ ചെയ്യും. എന്നാൽ അതൊന്നും സാധിക്കത്തില്ല. ഇവിടെയായിട്ട് നമ്മളുടെ ജിയോങ് ആയിരുന്നാലും ചേനിനെ കുറച്ച് നേരം നോക്കിയിരിക്കുന്നതും അവളുടെ കണ്ണാണെങ്കിൽ പെട്ടെന്ന് തന്നെ അനങ്ങാൻ തുടങ്ങും. അതായത് നമ്മുടെ ചേനിക്ക് തിരിച്ച് ജീവൻ വന്നിട്ടുണ്ട്. അവൾ കുറച്ച് സെക്കൻഡിലത്തേക്ക് മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. എന്നാൽ അവൾക്കിപ്പോൾ ഒരു കുഴപ്പവും ഇല്ലാണ്ട് അവളുടെ കഴുത്തിലെ മുറിവൊക്കെ ഉണങ്ങിയിട്ട് നല്ല കിടിലമായിട്ട് എഴുന്നേറ്റിരിക്കും. ഇത് കാണുന്നേ നമ്മളുടെ ജിയോങ് ഒന്ന് പേടിച്ചു പോവും. അതായത് ഇവൻ അന്വേഷിക്കുന്ന ആ എറ്റേണൽ കിഡ് വേറെ ആരുമല്ല, അത് ഇവള് തന്നെയാണ്. ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഇറ്റ്സ് സൈനിങ് ഓഫ് MDC.